ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ടേസ്റ്റിൽ കാണിക്കുന്നത് നമ്മുടെ മലബാറിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നെയ്പത്തൽ. അതല്ലെങ്കിൽ നെയ്പത്തിരി എന്നും പറയാറുണ്ട് പല ഭാഗങ്ങളിലും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിൽ കാണിക്കുന്നത് ഈ ഒരു നെയ്പത്തിരിയാണ്. അപ്പം സാധാരണ നമ്മൾ ഈ ഒരു നെയ്പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാറ് അരി കുതിർത്ത് വെച്ചിട്ടാണ്. അതായത് നമ്മുടെ സാധാ ചോറ് വെക്കുന്ന അരി ഏതാണോ അത് കുതിർത്ത് വെക്കും. നമ്മൾ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കും. എന്നിട്ടൊരു 5-6 മണിക്കൂറിന് ശേഷം അത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടൊക്കെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ രീതിക്ക് ഈ ഒരു നെയ്പത്തിരി തയ്യാറാക്കാറ്. പക്ഷെ ഇപ്പോൾ നമുക്ക് അരി കുതിർത്ത് വെക്കാനൊന്നും ടൈമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം, പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടും ഈ ഒരു നെയ്പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാം. അതായത് റൈസ് പൗഡർ വെച്ചിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന പൗഡറില്ലേ, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലുള്ള നമ്മൾ പച്ചരി പൊടിച്ചതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ആ ഒരു പൗഡർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു നെയ്പത്തിരി എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഈ ഒരു നെയ്പത്തിരി കോമൺ ആയിട്ട് നമ്മൾ കറിയുടെ കൂടെയാണ് കഴിക്കാറ്. അപ്പോൾ ചിക്കനോ ബീഫോ മട്ടനോ എങ്ങനെയാണോ കറിയുടെ കൂടെയാണ് നമ്മൾ കഴിക്കാറ്. അതല്ലാതെ നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിങ് കൊടുത്തിട്ട് നമുക്കിതൊരു സ്നാക്കായിട്ടും കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. അപ്പോൾ ഞാൻ 2 രീതിയിലും കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഫില്ലിങ് കൊടുത്തിട്ടും അതുപോലെ തന്നെ കറിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഫില്ലിംഗ് ഒന്നും ഇല്ലാത്തൊരു നെയ്പത്തിരിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നത് എങ്കിൽ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആ റൈറ്റ് സൈഡിൽ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടും ഈ ഒരു നെയ്പത്തിരി ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു നെയ്പത്തിരി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതിനകത്തേക്കുള്ള ഫില്ലിങ് ഞാൻ ആദ്യം റെഡിയാക്കിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാൻ എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്, ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിനകത്തേക്ക് ഒരു 2 മീഡിയം സൈസായിട്ടുള്ള സവാള വളരെ കനം കുറഞ്ഞ് നേർത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർക്കണം. നന്നായിട്ട് കനം കുറഞ്ഞിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഇതിപ്പം ഇതിലേക്ക് എന്നല്ല, നമ്മൾ ഏതൊരു ഐറ്റത്തിലേക്കും ഫില്ലിങ് ചെയ്യുമ്പം സവാള മാക്സിമം കനം കുറഞ്ഞിട്ട് തന്നെ അരിഞ്ഞിട്ട് എടുക്കണം. എങ്കിൽ മാത്രമേ ഫില്ലിങ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ സവാള അങ്ങനെ കടിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് വഴറ്റി കഴിഞ്ഞാൽ ഈ ഒരു സവാള നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടൊന്ന് കുഴഞ്ഞ് വരണം. എന്നിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി നമ്മുടെ ഒരു ചെറിയ വിരലിൻ്റെ അത്രയും സൈസുള്ളൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഒരു 3 അല്ലി എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത്, ഇഞ്ചിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഒന്ന് ചതച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പച്ചമുളക് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ചതച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ കുട്ടികൾ പച്ചമുളക് അങ്ങനെ ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവരിത് കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളക് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും കൂടെ നിങ്ങൾ ചേർക്കുമ്പം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചതച്ചെടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഒരു 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഞാനൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഫൈനലായിട്ട് നമ്മൾ കുരുമുളകിൻ്റെ പൊടിയാണ്, അതും ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റം വരുത്താം. പച്ചമുളകൊക്കെ ചേർക്കുന്നവർ പിന്നെ മുളക് പൊടിയും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് കുറക്കുന്നതായിരിക്കും. ഒരു കോമൺ ആയിട്ട് ഒരു എരിവ് കുറക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ സവാള ഒന്ന് എല്ലാ മസാലയിലും ഒന്ന് പിടിച്ച് കിട്ടാൻ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ചിക്കനാണ് ഫില്ലിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ചിക്കൻ ഓൾറെഡി മഞ്ഞളും അതുപോലെ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. വേവിച്ചിട്ട് പിന്നെ അതൊന്ന് ചീകി എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ചേർത്തിട്ട്
ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരൊറ്റ കറക്കം മതി, ഒത്തിരി ഫൈനായിട്ട് പൊടിയായിട്ട് പോകണ്ട. അതല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ചീകിയെടുത്താലും മതി. ഈ ഒരു ചിക്കന് പകരം വേറെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. മട്ടനോ അതല്ലെങ്കിൽ ബീഫോ ഫിഷോ ഒക്കെ യൂസ് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഫില്ലിങ് ഇഷ്ടം അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഈ ഒരു സവാളയുടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം ചിക്കൻ വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു സവാളയിൽ ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് മതി നമ്മൾ ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാലും ടേസ്റ്റാണ്. അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കൂടെ കിട്ടുമ്പോൾ നമ്മുടെ ഫില്ലിങ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ പോലെ തന്നെ ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് ബീഫ് എടുക്കാം, മട്ടൻ എടുക്കാം, അതല്ലെങ്കിൽ ഫിഷ് എടുക്കാം. ഫിഷിൽ ചെമ്മീനാണ് എടുക്കുന്നത് എങ്കിൽ ചെമ്മീൻ വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ചെമ്മീനൊന്നാണെങ്കിൽ മിക്സിയിൽ ചേർത്തിട്ട് അടിക്കരുത് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. എല്ലാ ഫില്ലിങ്ങും തന്നെ നല്ല ടേസ്റ്റാണ് നെയ്പത്തിരിയുടെ അകത്ത് വരുമ്പം. അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെയ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മാവ് തയ്യാറാക്കുകയാണ്. അതായത് ആ ഒരു ഡോ തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ് അടുത്ത നമ്മുടെ സ്റ്റെപ്പ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഒരു നെയ്പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് റൈസ് പൗഡറാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ നൈസ് പത്തിരി ഉണ്ടല്ലോ അത് തയ്യാറാക്കാൻ എടുക്കുന്ന പത്തിരിപ്പൊടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റിൽ വാങ്ങിക്കുന്ന പത്തിരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഇതുപോലെ മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പാണ്. ഇതിപ്പോൾ ഒരു 250 ml കപ്പാണ്. ഇതുപോലെ കപ്പ് തന്നെ വേണമെന്നില്ല. ഏതിലാണോ നിങ്ങൾ പൊടി എടുക്കുന്നത് ആ ഒരു അളവിന് തന്നെ നിങ്ങൾ വെള്ളം കൂടി എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പം 2 കപ്പ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു പത്തിരിയിലേക്ക് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ ചെറിയൊരു മിക്സ് കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ഒരു കപ്പിന് 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എടുത്തിട്ടുള്ള സെയിം കപ്പിന് തന്നെയാണ് ഞാൻ തേങ്ങ എടുത്തുള്ളത്. പിന്നെ തേങ്ങ ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നെയ്പത്തിരി തയ്യാറാക്കിയിട്ട് എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ തേങ്ങ ഒരുപാടൊന്നും വേണ്ട. പിന്നെ നമുക്കൊരു 10-12 ചെറിയുള്ളി വേണം. ഇതിപ്പോൾ വളരെ ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള ചെറിയുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മതിയാകും. പിന്നെ നമുക്കൊരു 1 ടീസ്പൂണോ അതല്ലെങ്കിൽ 1.25 ടീസ്പൂണോ ചെറിയ ജീരകം വേണം. അത് നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഒരു 1 മുതൽ 1.25 ടീസ്പൂണോളം ചേർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഒതുക്കിയെടുക്കാമെന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി വെള്ളമൊന്നും ചേർത്തിയിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് എല്ലാം അതായത് ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഇതായി കിട്ടുന്നെ വേണം. എങ്കിൽ തേങ്ങ ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകാനും പാടില്ല. വെള്ളം ചേർക്കും വേണ്ട. വെള്ളം ചേർക്കാതെ കുറേശ്ശെ ചേർത്തിട്ട് അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 തവണയായിട്ട് ചേർത്തിയിട്ട് ഇത് കംപ്ലീറ്റ് ഇതായി ഒരു രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതും ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു നെയ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഈ ഒരു 2 കപ്പ് അരിപ്പൊടിയിലേക്ക് നമ്മളിവിടെ 1.25 കപ്പ് തിളച്ച വെള്ളം ചേർത്തിയിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ പത്തിരി തയ്യാറാക്കാറ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് പൊടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പത്തിരി തയ്യാറാക്കാറ്, അതായത് നൈസ് പത്തിരി. ഇത് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ഈ ഒരു പൊടിയിലേക്ക് തിളച്ച വെള്ളം ചേർത്തിട്ടാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നത്. തിളച്ച വെള്ളം തന്നെ ചേർക്കണം. കാരണം ആ ഒരു വെള്ളത്തിൻ്റെ ചൂട് കുറഞ്ഞാലൊക്കെ അതൊക്കെ നമ്മുടെ ഒരു പത്തിരിയുടെ ഒരു പെർഫെക്ഷന് ബാധിക്കും. അപ്പം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ആവശ്യത്തിൽ ഉപ്പുകൂടെ ചേർത്തിട്ട് ഈ ഒരു പൊടിക്കകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്യാം. കാരണം നന്നായിട്ട് തിളച്ച വെള്ളമല്ല, അപ്പോൾ ഡയറക്റ്റ് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് കഴിയുമെങ്കിൽ ആ ഒരു ചൂടിൽ തന്നെ അത് കുഴച്ചെടുക്കാനും കൂടി നോക്കുക. എങ്കിൽ മാത്രം നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമുക്കത് കുഴച്ചെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് വേണ്ടി ചെറുതായിട്ടൊരു തണുത്ത വെള്ളത്തിൽ നമ്മളെ കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിപ്പോൾ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ തേങ്ങ അതുപോലെ ചെറിയുള്ളി ജീരകം എല്ലാം കൂടി നമ്മൾ ചേർത്തില്ലേ, അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് പിന്നെ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൈ ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇടയ്ക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം കുഴച്ച് കൊടുക്കാൻ. അതല്ലെങ്കിൽ നന്നായിട്ട് ചൂടായിരിക്കും നമ്മുടെ കൈ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം.
നിങ്ങൾ നെയ്പത്തിരിക്ക് വേണ്ടിയിട്ട് പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാനിവിടെ 2 കപ്പ് റൈസ് പൗഡറിന് 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. പക്ഷേ ചില പൊടികൾക്ക് അതിൽ കൂടുതൽ അതല്ലെങ്കിൽ അതിൽ കുറവൊക്കെ വരാറുണ്ട്. അത് നിങ്ങൾ കുഴച്ചെടുക്കുമ്പം നിങ്ങൾക്ക് അറിയുമല്ലോ, അതിനനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. കുറവാണ് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ വെള്ളം തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടൊരു മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു പത്തിരിപ്പൊടിക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ്. ഇതിന് 2 കപ്പ് അരിപ്പൊടിക്ക് നമ്മളിവിടെ ചേർത്തിട്ടുള്ളത് 1.25 കപ്പാണ്. അപ്പോൾ അത് നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ കുഴച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റിക്കാവും. അപ്പോൾ നമ്മുടെ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഓയിൽ എന്തെങ്കിലും തടവിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സ്റ്റിക്കാവുന്ന പ്രശ്നം മാറിക്കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഓയിൽ തടവിയതിന് ശേഷം ഇതിൽ നിന്നും ഓരോ ബോളായിട്ട് നമുക്ക് നെയ്പത്തിരി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഓയിൽ തടവി കഴിഞ്ഞാൽ കയ്യിൽ സ്റ്റിക്കാവില്ല. എന്നിട്ട് ഈ ഒരു വലുപ്പത്തിലെ ബോളാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു പത്തിരി പ്രസ്സിൽ വേണമെങ്കിലും പ്രസ് ചെയ്തിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഓയിൽ തടവിയിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും കിട്ടും. പത്തിരി പ്രസ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് പത്തിരി പ്രസ്സിലാണ്. അപ്പോൾ അതുപോലെ ഒരു പത്തിരി പ്രസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ഇതിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റിക്കാവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതില്ല എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സാധാരണ നമ്മുടെ കവർ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ കവർ, അതെടുത്താലും മതി. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു പത്തിരി പ്രസ്സിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് പ്രസ് ചെയ്തിട്ട് എടുക്കുന്നത്. 2 ഷീറ്റിലും നമ്മളിതൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒത്തിരി നമ്മൾ നൈസ് പത്തിരിയും ചെയ്യുന്ന പോലെ കനല്ലാണ്ട് ഒത്തിരി തിന്നായിട്ട് എടുക്കരുത്. ചെറിയ കട്ടി വേണം നെയ്പത്തിരിക്ക്. ഈ ഒരു കട്ടി വേണം നമ്മളത് പ്രസ് ചെയ്തുകൊണ്ട് എടുക്കുമ്പം. ഇത് നമുക്ക് പത്തിരി പ്രസ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്ന പ്ലേറ്റ് ഇല്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പത്തിരി പ്രസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു കട്ടിക്ക് നമ്മളിത് പ്രസ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ചെയ്തിട്ട് എടുക്കാം. ഇതിങ്ങനെ നമ്മൾ നേരത്തെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നു മഴ ഓരോന്ന് അങ്ങനെ ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഫില്ലിങ് കൊടുത്തിട്ടുള്ള നെയ്പത്തിരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 നെയ്പത്തിരി വേണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഫില്ലിങ് കൂടെ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ 2ാമത്തെ നെയ്പത്തിരി ഞാൻ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ വെച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് കൂടുതൽ കുത്തി നിറച്ചിട്ട് വെക്കണ്ട. ഒരു പാകത്തിന് 1 ടേബിൾ സ്പൂൺ മതി. എന്നിട്ടത് കറക്റ്റായിട്ട് ഈ ഒരു പത്തിരിയുടെ സൈസിനനുസരിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് കൂടെ കൊടുക്കണം. അതായത് സൈഡൊക്കെ ഒന്ന് കുറച്ച് വിട്ടിട്ട് പിന്നെ ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക. അതായത് നമുക്ക് ആ മുകളിൽ അടുത്ത പത്തിരി കൂടി വെച്ചിട്ട് അതിൻ്റെ എഡ്ജ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സ്പേസ് വേണം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടും പത്തിരിയുടെ സൈസിൽ ഫില്ലിങ് കൊടുക്കരുത്. സെൻറ്ററിൽ മാത്രം വെച്ചിട്ട് അതിൻ്റെ ലെവലൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള നെയ്പത്തിരി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. എഡ്ജസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് പ്രസ്സാക്കിയിട്ട് അത് ഒട്ടി നിൽക്കണം കേട്ടോ. സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കണം. അതല്ലെങ്കിൽ നമ്മളിത് ഓയിലിടുന്ന സമയത്ത് ആ ഭാഗം പൊട്ടിയിട്ട് നമ്മുടെ ഫില്ലിങ് പുറത്ത് വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് ഫിംഗർ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ഇതായി കൊടുക്കുക. അപ്പോൾ ഇത് കാണുന്നില്ലേ, സെൻറ്ററിൽ മാത്രം കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട് നമ്മുടെ ഫില്ലിങ് വെച്ച ഭാഗം. ബാക്കി നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യമേ തന്നെ എല്ലാം കൂടി റെഡിയാക്കിയിട്ടൊന്നും വെക്കണ്ട. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മളത് എടുക്കുന്ന സമയത്ത് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്ന് റെഡിയാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സൈഡെല്ലാം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഷീറ്റിൽ നിന്നും പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലേക്ക് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് അത് കിട്ടും. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള ഓയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓയിൽ ആദ്യം തന്നെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പം ഈ ഓയിലിൻ്റെ ഒരു ചൂട് എങ്ങനെയാണെന്നുള്ളതാണ്. അത്യാവശ്യം ഓയിൽ ചൂടായതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതായത് ഇപ്പോൾ ഈ ഒരു 2 പത്തിരിയില്ല, അത് രണ്ടൊന്ന് കുക്കായിട്ട് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് ചൂടിൽ വേണം ഇത് ഇട്ട് കൊടുക്കാൻ. അതുപോലെ ഇട്ട പാടെ തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കരുത്. ആ അടിവശം ഒന്ന് കുക്കാവുമ്പം ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഓയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്താൽ മതി. അതല്ലാണ്ട് ഇട്ട പാടെ തന്നെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരുമ്പം അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ
നമ്മുടെ താഴെ വശം കുക്കായിട്ടും ഉണ്ടാവും, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ഒത്തിരി ബ്രൗൺ കളർ ആവാനും നിൽക്കണ്ട കേട്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാനും നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് കളർ ഷെയ്ഡ് വരുമ്പോഴത്തേനും നമുക്ക് എടുക്കാം. കറക്റ്റായിട്ട് അത് കുക്കായിട്ടുണ്ടാവും അപ്പോഴേക്ക്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട്. ആ സൈഡൊക്കെ തന്നെ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഒട്ടും തന്നെ പൊട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ഫില്ലിങ് കൊടുത്തിട്ടുള്ള ഒരു നെയ്പത്തിരി റെഡിയാക്കിയിട്ട് എടുക്കാം. രണ്ട് വശം കുക്കായിട്ട് നന്നായിട്ടൊന്ന് പൊങ്ങി വരുമ്പം ഇത് ഓയിലിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിങ് കൊടുത്തിട്ടുള്ള നെയ്പത്തിരിയാണിത്. ഇനി നമുക്ക് ഫില്ലിംഗ് ഒന്നും കൂടാതെയുള്ള നെയ്പത്തിരി, അതായത് കറിയുടെ കൂടെ കഴിക്കാനുള്ള നെയ്പത്തിരിയാണ് ഇനി ഫ്രൈ ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ ഇതുപോലെ തന്നെ ആ ഒരു പ്രസ്സിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക, ഡയറക്റ്റ് ഓയിലിലേക്ക് ചേർക്കുക. ചേർത്തിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, അപ്പോഴേക്കും ഇതിങ്ങനെ പൊങ്ങി വരും. ഇനി ഇൻ കേസ് പൊങ്ങി വന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മുകൾ വശത്തൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പം അതങ്ങ് പൊങ്ങി വരും. വളരെ ഫോഴ്സിലൊന്നും ഇതാവണ്ട കേട്ടോ, അപ്പോൾ അത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊങ്ങിയൊന്നും വരില്ല. ചെറുതായിട്ടൊന്ന് ഓയിൽ ഇങ്ങനെ തടവി കൊടുക്കുക, അപ്പം അതങ്ങ് പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ രണ്ട് വശം ഒന്ന് കുക്കാകുമ്പോൾ ഇത് ഓയിലിൽ നിന്ന് എടുക്കുക. ഇതിപ്പോൾ നമുക്ക് കറിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നെയ്പത്തിരിയാണ്. ചിക്കൻ്റെ കറിയോ അതല്ലെങ്കിൽ ഇപ്പോൾ മട്ടനോ ബീഫോ ഏതും നല്ല ടേസ്റ്റിയാണ്. ബീഫാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടും അതിൻ്റെ കൂടെ കഴിക്കാൻ. കറി സാധാരണ നമ്മൾ ബീഫ് വരട്ടിയെടുക്കുന്നതൊക്കെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയ്പത്തിരി ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനൊരു ഫില്ലിങ് കൂടെ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്കത് സ്നാക്കായിട്ട് കഴിക്കാം. ഫില്ലിംഗ് ഇല്ലാതെ കോമൺ ആയിട്ടുള്ള നെയ്പത്തിരി നമുക്ക് കറിയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ കഴിക്കാം. ഇപ്പോൾ ഇതുപോലെ നമ്മുടെ നെയ്പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം തന്നെ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ഉള്ളത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ബീഫാണ് ഇഷ്ടമെങ്കിൽ ബീഫ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം. അത് നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ പ്രത്യേകമായിട്ടും ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ് ആക്ച്വലി. ഈ ഒരു നെയ്പത്തിരി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, കറി കൂട്ടിയിട്ടും ഇല്ലാണ്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കാം. പിന്നെ ഈ ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കൂടെ ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക്